നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച റോഡ് യാത്രികർക്ക് സുഖകരമായി സഞ്ചരിക്കാം. പക്ഷേ ഇപ്പോഴത് മരണം പതിയിരിക്കുന്ന പാതയായി മാറി. ദിനംപ്രതി നിരവധി അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അപകടം കുറയ്ക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കാത്തത് അധികൃതരുടെ വീഴ്ചയാണെന്ന് നിസ്സംശയം പറയാം. അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററാണ് അപകട ഇടമായി മാറിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ KSRTC ബസും മീൻ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. KSRTC ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടമുണ്ടായത്. KSRTC ബസിലെ ഡ്രൈവർമാരായ രാജേഷ്, കണ്ടക്ടർ ഷൈജു അബ്രഹാം, ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ, ബസ് യാത്രക്കാരായ സജീവ്, സതീഷ്, എൽസൺ, ഷമീർ, ഷീന, ലിജി, ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്ന് തൃശൂർ വഴി കുമളിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ് കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോകുകയായിരുന്ന ലോറി അക്കിക്കാവ് ഭാഗത്തു നിന്ന് വന്ന പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്ത് ഇടിച്ചു നിന്നു. 2 വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും, എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ, കടങ്ങോട് പഞ്ചായത്ത് ആംബുലൻസ് പ്രവർത്തകർ, കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ, CS സെന്റർ ആംബുലൻസ് പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കും വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചു. പാത നവീകരണം കഴിഞ്ഞ 8ാമത്തെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിച്ച 4 വശത്തു നിന്നുമുള്ള റോഡുകൾ ചേരുന്ന സെന്റർ. അതുകൊണ്ടുതന്നെ പലപ്പോഴും വാഹനങ്ങൾ അമിത വേഗതയിലാണ് വരുന്നത്. എന്നാൽ ഗതാഗത നിയന്ത്രണത്തിനായി സിഗ്നൽ സംവിധാനമോ പോലീസിന്റെ സേവനമോ ഇവിടെയില്ല. അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയാകുന്നതുവരെ ബദൽ മാർഗമാണ് ഇവിടെ അനിവാര്യം. ദിവസവും 1ൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർ നിസ്സംഗത വെടിയണം. ആളുകളുടെ ജീവനാണ് നിരത്തിൽ പൊഴിയുന്നത്. അത് കുറയ്ക്കാനുള്ള ബദൽ സംവിധാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണം. റോഡ് നവീകരിച്ചത് ആളുകളുടെ ജീവൻ എടുക്കാനാവരുത്. നല്ല റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വാഹനയാത്രികരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപകടം വരുത്തി വെച്ചിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അധികൃതർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും മറന്നുപോകരുത്. ഇനിയും ഈ പാത ചോരക്കളമായി മാറുന്നത് കണ്ണടച്ച് നോക്കി നിൽക്കരുത്. മനുഷ്യജീവന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് തെരുവ് നായ്ക്കൾ. ദിനംപ്രതി തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പ്രായഭേദമന്യേ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നുമുണ്ട്. അതിനേക്കാൾ ഉപരി അക്രമകാരികളായ നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നതും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ദിനംപ്രതി ഇത്തരം സംഭവങ്ങൾ വാർത്തകളിൽ നിറയുമ്പോഴും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ എന്തേ സർക്കാരെ മുന്നോട്ട് വരാത്തത് എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം. തെരുവുനായ ശല്യം കുറയ്ക്കാൻ പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചെങ്കിലും അതൊന്നും ബലം കണ്ടില്ലെന്ന് ചുരുക്കം. വന്ധീകരണം ഉൾപ്പെടെയുള്ള പല പരിഹാരങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ അധികൃതർ ശുഷ്കാന്തി കാണിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. പ്രായഭേദമന്യെയാണ് തെരുവുനായ ആക്രമണങ്ങൾക്കും ആളുകൾ ഇരയാകുന്നത്. പേവിഷബാധ സ്ഥിരീകരിക്കുക കൂടി ചെയ്താൽ ആശങ്ക വർദ്ധിക്കും. മനുഷ്യജീവനുകളും മറ്റു മൃഗങ്ങളുമെല്ലാം തെരുവുനായ്ക്കളുടെ ഇരകളാണ്. പ്രതിഷേധങ്ങളും പരാതികളും അനർഘനിർഘളമായി ഉയരുന്നുണ്ടെങ്കിലും പ്രായോഗികമായ മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് ചുരുക്കം. ഏറ്റവും ഒടുവിൽ കുന്നംകുളത്തും എരുമപ്പെട്ടിയിലുമാണ് തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. മുൻ നഗരസഭാ കൌൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി ലതാഭവനിൽ 65 വയസ്സുള്ള ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. തുടർന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായയെ തൃശൂരിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന ശശികുമാറിനെ തെരുവുനായ പാഞ്ഞെത്തി കയ്യിൽ കടിക്കുകയായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായയെ പിന്നീട് പിടികൂടി. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തോന്നല്ലൂർ കല്ലുവിളപ്പിൽ ഹംസത്തിന്റെ മകളുമായ ഹനാഷറിൻ, ചുള്ളിയിൽ സുലൈമാന്റെ ഭാര്യ ഫൗസിയ, കല്ലിങ്ങലകത്ത് കുഞ്ഞുമോൻ ഭാര്യ റുഖിയ എന്നിവർക്കാണ് കടിയേറ്റത്. ആദൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്.
സ്കൂൾ വാഹനം കാത്തുനിൽക്കുമ്പോഴാണ് ഹനാഷറിനെ നായ ആക്രമിച്ചത്. അസുഖബാധിതയായ 75 വയസ്സുള്ള റുഖിയയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ ആക്രമിച്ചത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയെ പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് പിടികൂടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ കടങ്ങോട് വെറ്റിനറി സർജൻ മനോജ് തെറ്റയിലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിടികൂടിയ നായയ്ക്കും പരിസരത്തുള്ള വീടുകളിലെ നായകൾക്കും വാക്സിൻ കുത്തിവെച്ചു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തെരുവ് നായ്ക്കളുടെ ഭീഷണി. മനുഷ്യജീവന് ഭീഷണിയായിട്ടും ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ കാണിക്കുന്ന അലംഭാവം സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ്. നാടിനെയും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം സുരക്ഷിതത്വം നൽകാൻ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ദ്രുതഗതിയിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നത് പൊതുജനത്തിന്റെ അപേക്ഷയാണ്. പൊതുകുളമെന്നാൽ അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ആ കുളം അടച്ചുകെട്ടുന്നത് ശരിയാണോ? തെറ്റാണെന്ന് കണ്ട മാത്രം പറയാം. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളം അധികാരികളുടെ അറിവില്ലാതെ തോന്നിയതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം. എന്നാൽ ഇതേക്കുറിച്ച് അറിവില്ലെന്ന് ഉത്തരവാദിത്തമുള്ളവരും പറഞ്ഞാലോ? തിരിച്ച് ഒരേ ഒരു മറുപടി: പൊതുജനം കഴുതയല്ല സർ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പൊതുകുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെയാണ് നാട്ടുകാരുടെ പരാതി. ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളം മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ പഞ്ചായത്ത് കുളമാണ് കാവാലൻചിറ. പരിസരവാസികൾക്ക് കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വലകെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങുവാനും കുളിക്കുവാനും അലക്കുവാനും സ്വാഭാവിക മത്സ്യബന്ധനത്തിനും കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ്, പതിയാരം പ്രദേശങ്ങളിലെ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലംചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റുമുള്ള വനപ്രദേശത്ത് നിന്ന് ഒട്ടേറെ വന്യമൃഗങ്ങളും പക്ഷികളും കടുത്ത വേനലിൽ ജലദാഹം തീർക്കാനും കുളത്തിലെത്തും. വലയിട്ട് അടച്ചുകെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേ ഉള്ളൂ എന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചുകെട്ടിയതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്. ഫണ്ട് ചെലവാക്കിയിട്ട് നമ്മൾ പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്നൊരു ചിറ, നമ്മുടെ നാടിന്റെ പൊതുസ്വത്തായിട്ട് ഇരുന്നൊരു ചിറ ഇപ്പൊ കുറച്ച് പേർക്ക് പ്രൈവറ്റായിട്ട് തീരെ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പൊ എടുക്കുന്നത്. കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നീന്തം പഠിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ രീതിയിൽ അടച്ചു കെട്ടാൻ പ്രൈവറ്റ് പൊതുസ്വത്തായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഇനി വാർഡ് മെമ്പർമാരാണോ ഇനി ആരാണോ അത് നടപടി എടുത്തതെന്ന് അറിയില്ല. ആരും ചോദിക്കുമ്പോൾ ആരും അതിനേതായിട്ട് ഒരു കൃത്യമായ ഉത്തരം നമുക്ക് തരുന്നില്ല. നമ്മൾ ഇത് പൊതുവായിട്ടുള്ള സ്ഥലമാണ്, ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആവണം, അത്രേ ഉള്ളൂ. അപ്പൊ പാടത്തിന് മറ്റേ കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക, കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ചു വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചു. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി അയാളുടെ ഇഷ്ടത്തിന് ചെയ്തതാണെങ്കിൽ ദ്രുതഗതിയിൽ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കണം. അതല്ലേ അധികൃതർ ചെയ്യേണ്ടത്. അല്ലാതെ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യവുമില്ല. പൊതുകുളം സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളതല്ല. പൊതുജനത്തിന് മറുപടി കൊടുത്തേ പറ്റൂ. കണ്ണടച്ച് പാൽ കുടിച്ചാലും ജനങ്ങൾ കാണും, ശരിയല്ലേ? ആരോഗ്യമുണ്ടായാലേ ആളായാലും ആനയായാലും ഉണ്ടാകും. ശരീരമൊന്ന് ഊർജ്ജസ്വലമാക്കുന്നതും അനിവാര്യമാണ്. ഗുരുവായൂരിലെ ആനകൾക്ക് ഇനി സുഖചികിത്സാ കാലമാണ്. പ്രത്യേക ആയുർവേദ മരുന്നും ചികിത്സയും നൽകി ഗജരാജന്മാരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങളായി. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS സജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ.
ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സ. വർഷം തോറും ആനകൾക്ക് സുഖചികിത്സ നൽകുന്ന ദേവസ്വം ഗജപരിപാലന പദ്ധതി തുടങ്ങിയിട്ട് 35 വർഷമായി. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്നെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ സുഖചികിത്സ വിശേഷാൽ ചടങ്ങായി തുടങ്ങുന്നത് 1990കളിലാണ്. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത ആഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജസുഖദ് ചികിത്സാക്രമത്തിന്റെ പ്രധാന സവിശേഷത. പ്രത്യേക ഘട്ടങ്ങളിൽ ആനകളുടെ രക്തവും എരണ്ടവും സാമ്പിൾ ശേഖരിക്കും. തുടർന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. സുഖചികിത്സയ്ക്ക് മുന്നോടിയായി വിരനിർമ്മാർജ്ജനത്തിനായുള്ള മരുന്നുകളും നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ആനകളുടെ ആരോഗ്യനിലയും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാകും ചികിത്സാക്രമം നിശ്ചയിക്കുക. വിശദമായ തേച്ചുകുളി, മരുന്നുകൾ അടങ്ങുന്ന ആഹാരക്രമം, വ്യായാമം എന്നിവ ചികിത്സയുടെ ഭാഗമാണ്. ഓരോ ആനയുടെയും പ്രത്യേകത മനസ്സിലാക്കി വിദഗ്ധ സമിതി ആഹാരക്രമം തീരുമാനിക്കും. ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സാ പരിപാടി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കിയതായി ആനച്ചികിത്സാ വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. സുഖചികിത്സയ്ക്ക് ശേഷം ആനകളുടെ അഴകളവുകളിലും മാറ്റം പ്രത്യക്ഷമാണ്. തൂക്കത്തിൽ തന്നെ 250 മുതൽ 300 കിലോഗ്രാം വരെ വർധന ഉണ്ടാകും. ഗജപരിപാലനത്തിലെ ഗുരുവായൂർ ദേവസ്വം മാതൃക ആനസുഖ ചികിത്സാ രംഗത്ത് ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അരി 3240 കിലോഗ്രാം, ചെറുപയർ 1080 കിലോ, റാഗി 1080 കിലോ, മഞ്ഞൾപ്പൊടി 108 കിലോ, അഷ്ടചൂർണം 108 കിലോ, ചവനപ്രാശം 270 കിലോ, ധാതുലവണം, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക. 36 ആനകളുടെ സുഖചികിത്സയ്ക്കായി 12.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഗജരാജന്മാരുടെ ആരോഗ്യവും ആയുസ്സും നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ദേവസ്വം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് മുടങ്ങാതെ സുഖചികിത്സ നടത്തിവരുന്നത്. ഇക്കൂട്ടരുടെ ആരോഗ്യത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ചികിത്സ. അതേസമയം തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം കുറയുന്നതിൽ ചെറിയൊരു ആശങ്ക ആനപ്രേമികൾക്കുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ വരുന്ന സ്ഥലമാണ് ആശുപത്രി. അങ്ങനെയുള്ള രോഗികൾക്ക് ആശുപത്രിയുടെ OPയിൽ പോലും എത്താൻ സാധിക്കാത്ത ഗതികേട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിയിലെ അവസ്ഥയാണ് ചർച്ചയാകുന്നത്. വയോധികരായ രോഗികൾ OPയിൽ എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം. എന്നാൽ അതിന് ബദൽ മാർഗം ഒരുക്കുകയല്ലേ വേണ്ടത്? അതും ചെയ്യില്ല. ഒടുവിൽ പ്രതിഷേധവും സമരവും. ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ OPയിലെത്താൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ ഉപരോധ സമരം നടത്തി. 3 ആഴ്ച മുമ്പ് ഈ ആവശ്യം ഉന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു. പിന്നീട് പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് സൂപ്രണ്ടിനെ കണ്ടിരുന്നുവെങ്കിലും ഇതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, AU മനാഫ്, ബാലകൃഷ്ണൻ ആനറ്റുംപറമ്പിൽ എന്നിവർ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി ഉപരോധിച്ചത്. ഒടുവിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താമെന്ന സൂപ്രണ്ട് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം നേരിട്ട് OPയിലേക്ക് വാഹനത്തിൽ എത്തുന്നതിന് വേണ്ട സൗകര്യം നൽകാമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ആശുപത്രിയുടെ കാര്യത്തിൽ തികഞ്ഞ അവഗണനയാണ് MLA കാണിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആശുപത്രി വികസന സമിതി യോഗം കൂടിയിട്ട് 8 മാസമായി. ഇതുമൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. രോഗികളെ പരിശോധിക്കുന്നതിനാവശ്യമായ ഡോക്ടർ OPയിലില്ല. ഹൌസ് സർജന്മാരുടെ സേവനം നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. രോഗികൾക്കാവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ലെന്നും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രതിഷേധവും ഉപരോധവും ഉണ്ടായാൽ തങ്ങൾ നടപടിയെടുക്കാം എന്നുള്ളത് ഉത്തരവാദിത്തമില്ലായ്മയുടെ നേർസാക്ഷ്യമാണ്. പൊതുജനത്തിന് ആശ്രയമാകേണ്ട കേന്ദ്രങ്ങൾ അപമാനമായി മാറരുത്. മഴക്കാലമാണ് യാത്രികർക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെട്ട സമയം. തോടും പുഴയും വെള്ളവും പച്ചപ്പുമെല്ലാം പ്രകൃതി ഒരുക്കുന്ന സുന്ദര കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിലേക്ക് ആളുകൾ ഒഴിവു സമയം ആസ്വാദികരമാക്കാൻ എത്തുകയും ചെയ്യും. നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പാറന്നൂർ ചിറയുടെ മനോഹാരിത ഒന്ന് കാണാം. വെള്ളിച്ചില്ലം വിതറി മനോഹരമായി ഒഴുകുകയാണ് പാറന്നൂർ ചിറ. മനം നിറഞ്ഞ സഞ്ചാരികളും. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ നിറയൗവനത്തിലേക്ക് തിരിച്ചെത്തിയതോടെ നിരവധി പേരാണ് മനം കുളിർപ്പിക്കുന്ന കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നത്. പാവങ്ങളുടെ വാഴച്ചാൽ എന്ന പേരിൽ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറ.
കാർഷിക ആവശ്യത്തിനുള്ള വെള്ളം സംഭരിക്കുന്ന ചിറ മഴ കനത്തതോടെ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ദിവസങ്ങളോളം മഴ നിർത്താതെ പെയ്തതും വാഴാനി ഡാം തുറന്നതും വഴി ചിറ നിറഞ്ഞു കവിഞ്ഞ സ്ഥിതിയിലാണ്. കൂറ്റൻ പാറക്കല്ലുകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന വെള്ളത്തുള്ളികളുടെ കളകളാരവത്തിന്റെ സംഗീതം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലുമാണ് കൂടുതൽ സഞ്ചാരികൾ ചിറ സന്ദർശനത്തിനായി വരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തീർത്ത കവാടവും കോൺക്രീറ്റ് കൈവരികളും ഇരിപ്പിടങ്ങൾക്കുമൊപ്പം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും ചിറയുടെ സൗന്ദര്യത്തിന് കൂടുതൽ മിഴിവേകുന്നുണ്ട്. നിരവധി സംഗീത ആൽബങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. സമീപമുള്ള ജില്ലകളിൽ നിന്നുള്ളവർ പോലും ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി കുടുംബത്തോടൊപ്പം ഇവിടെ എത്തുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ചിറ സാധാരണക്കാരുടെ പ്രധാന സഞ്ചാര കേന്ദ്രമായതോടെയാണ് പാവങ്ങളുടെ വാഴച്ചാൽ എന്ന പേര് ലഭിച്ചത്. ചുരുങ്ങിയ ചെലവിൽ മനം കുളിർപ്പിക്കുന്ന കാഴ്ച ആസ്വദിക്കാം എന്നതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. കേച്ചേരി പുഴയുടെ ഭാഗമായിട്ടുള്ള പാറന്നൂർ ചിറ മഴക്കാലമായതോടെ തന്റെ വന്യമായിട്ടുള്ള സൗന്ദര്യമെല്ലാം വീണ്ടെടുത്ത് കൂടുതൽ ആളുകളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യഭംഗി വല്ലാത്തൊരു വിരുന്നാണ് തരുന്നത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.